നമ്മളെല്ലാം അറിയണം. പാമ്പൻ ബ്രിഡ്ജ് കൊടുങ്കാറ്റിൽ അടിച്ചു പോയപ്പോൾ കഷ്ടിച്ച് 30 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മെട്രോ ശ്രീധരൻ സാറ് എല്ലാ സഹപ്രവർത്തകരും ചേർന്ന് അതിഗംഭീരമായിട്ട് അത് പുതുക്കി പണിതു. കൊങ്കൺ റെയിൽവേയുടെ ടണൽ പുതുക്കി പണിതു. ഇപ്പോൾ കാശ്മീരിലെ ദാൽ തടാകം ക്ലീൻ ചെയ്യാൻ ഹൈക്കോടതി ജഡ്ജി ഏൽപ്പിച്ചിരിക്കുന്നത് മെട്രോ ശ്രീധരൻ സാറെയാണ്. അതുപോലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിലെ ഗുഹ മുഴുവനും നോർമലാക്കാൻ ഈ മെട്രോ ശ്രീധരൻ സാറിനെ ചെയർമാനാക്കിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയത് മന്ത്രിസഭയും ജഡ്ജിമാരും ചേർന്നാണ്. അദ്ദേഹത്തിനോട് പെർമിഷൻ പോലും ചോദിച്ചില്ല. അദ്ദേഹത്തിനെ അത് പറ്റുള്ളൂ എന്നറിയുന്നത് കൊണ്ട് നിർദ്ദേശിക്കുക ചെയ്തത്. 5 പ്രോജക്റ്റ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയുടെയും മൂർത്തിമത് ഭാവമായ ഇന്ന് കേരള ജനതയ്ക്ക് മാതൃകയെന്ന് പറയാവുന്ന 2 പേര് ഡോക്ടർ VP ഗംഗാധരനും അതുപോലെ തന്നെ മെട്രോ ശ്രീധരൻ സാറിനെ പോലെയുള്ളൊരു ശ്രീധരൻ സാറ് അദ്ദേഹം ഏറ്റെടുത്ത ഏത് ദൗത്യവും ധന്യമാക്കി തീർത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ കുതിരാനിലൂടെ കടന്നു പോവുകയാണ്. ആ കുതിരാനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടണൽ തുറന്ന ദിവസം തന്നെ അടച്ചു ഈശ്വരാനുഗ്രഹം കൊണ്ട്. കൊച്ചി മെട്രോ ശ്രീധരൻ സാറിനെ ഏൽപ്പിക്കുമ്പോൾ പല പ്രഗത്ഭരും ചോദിച്ചിരുന്നു, മെട്രോ ശ്രീധരൻ സാർ ഈ ലോകത്ത് നിന്ന് അന്ത്യശ്വാസം വലിച്ചു പോയാൽ ഇവിടെ എന്താ കൊച്ചി മെട്രോ വരില്ലേ എന്ന്. കൊച്ചി മെട്രോയും വരും, ടണലും വരും. ഒന്നിലൂടെ വണ്ടി ഓടും, മറ്റേതിലൂടെ ബസ് ഓടില്ല. ഇത്ര വ്യത്യാസമുള്ളൂ. തുറന്ന ദിവസം തന്നെ പൂട്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളത്തിനെ, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ മഹാത്ഭുതമാക്കാൻ തീർത്ത ഒരു ടണല് ഇപ്പോഴും തുറന്നിട്ടില്ല. ആരാ ഇതിൻ്റെ ഉത്തരവാദി എന്ന് ആരും ചോദിക്കരുത് കേട്ടോ. 18 ഷട്ടർ ഒരുമിച്ച് തുറന്ന ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് പത്രക്കാർ പോയപ്പോൾ കടക്ക് പുറത്ത് എന്നർത്ഥം വരുന്ന വേറെ ചില വരിയാ പറഞ്ഞത്. ഇനി ടണലിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാലും അകത്ത് കടക്കരുത് എന്നായിരിക്കും കടക്ക് പുറത്തെന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പറയുക. ഏതായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആരെന്ത് ചെയ്താലും ഞാൻ പറയുന്നത് അവസാനത്തെ വാക്ക്, ഞാൻ ചിന്തിക്കുന്നത് അവസാനത്തെ ചിന്ത, എൻ്റെ വീക്ഷണം അവസാനത്തെ വീക്ഷണം. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്ക്. നോർത്ത് ഇന്ത്യയിൽ കുഴപ്പം നടന്നാൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയും. ഇവിടെ കുഴപ്പം നടന്നാൽ ലോകത്തിലെ ആർക്കും പറയാൻ അവകാശമില്ല. കാരണം കുഴപ്പം ഉണ്ടാക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് പറയണമെങ്കിൽ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞോളൂ, ഇവിടത്തെക്കുറിച്ച് പറയരുതെന്ന് പറയാനുള്ള അവകാശവും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഹന്തഭാഗ്യം ജനാനാം.